ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സിയോൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ സന്തോഷവാനാണ്. കാരണം എൻ്റെ സ്നേഹിതനും ഈ കാലഘട്ടങ്ങളിൽ ദൈവം ശക്തമായി ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്ന സുവിശേഷ പ്രഭാഷകനും ഗ്രന്ഥകാരനും ഒരു നല്ല സംഘാടകൻ, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലി എന്ന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ വൈസ് പ്രസിഡൻറ്റുമായ പാസ്റ്റർ സതീഷ് നെൽസന് സ്വാഗതം. പാസ്റ്റർ, താങ്കളുടെ ബാല്യകാലം, ബൈബിൾ സ്കൂൾ പഠനം, ശുശ്രൂഷയുടെ പ്രാരംഭകാലം ഇവയെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? എനിക്കും ഏറെ സന്തോഷമുണ്ട്. സിയോൻ മീഡിയയിൽ കൂടി എൻ്റെ അനുഭവങ്ങളും ശുശ്രൂഷയുടെ തുടക്കവും ഇന്ന് ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ കിട്ടിയ അവസരത്തിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. പ്രത്യേക നന്ദിയും പറയുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പെൻറ്റിക്കോസ്ത് അനുഭവമുള്ള മാതാപിതാക്കളാൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറിയ പ്രായത്തിൽ, ബാല്യപ്രായത്തിൽ 10 വയസ്സുള്ളപ്പോൾ ഒരു ഞായറാഴ്ച സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ എൻ്റെ രക്ഷകനെന്ന നാഥനുമായി സ്വീകരിക്കാനുള്ള അവസരമുണ്ടായി. ഞാൻ രക്ഷിക്കപ്പെട്ട അതേ ദിവസം എൻ്റെ 10ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ കെ ജോസഫ് സഭായോഗത്തിന് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാനും 13ാമത്തെ വയസ്സിൽ വിശ്വാസ സ്നാനം ശരിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കാനുള്ള അവസരമുണ്ടായി. ബാല്യപ്രായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ കർത്താവ് നിറച്ചതിനാൽ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ സ്കൂൾ വിദ്യാഭ്യാസ ശേഷം എൻ്റെ ചെറിയ പ്രായത്തിൽ ദൈവവചന പഠനത്തിന് വേണ്ടി ആലപ്പുഴയിലെ കരുവാറ്റയിലുള്ള ബെത്ലഹേം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ സെൻ്ററിലും തുടർന്ന് കുമ്മനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിലും ദൈവവചനം പഠിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. എൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് മേപ്രാൽ IPC സഭയിൽ പാസ്റ്റർ വർഗീസ് മത്തായിയോട് ചേർന്നാണ്. കർത്താവിൻ്റെ ദാസൻ്റെ സഹശുശ്രൂഷകനായിട്ട് മേപ്രായിൽ ശുശ്രൂഷകൾ ആരംഭിച്ചു. അതിനുശേഷം ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭയുടെ ആലപ്പുഴ വെസ്റ്റ് സെൻട്രൽ പാസ്റ്റർ എബ്രഹാം ജോർജിനോടുകൂടി ആലപ്പുഴയിലുള്ള ഗലീല എന്ന് പറഞ്ഞ തീരദേശത്ത് സഭാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും അനുഗ്രഹീതമായ സുവിശേഷ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാനും കർത്താവ് അവസരമുണ്ടായി. ആ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്ന പ്രത്യേക പ്രേരണയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭയുടെ ഒരു പ്രവർത്തകനായിട്ട് തന്നെ തിരുവനന്തപുരത്ത് കടന്നു വന്ന് മരുതൻകാട് IPC സഭയുടെ ശുശ്രൂഷകനായി തുടർന്നു. ആ സമയങ്ങളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ഇരിക്കുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന പ്രത്യേക പ്രേരണയുടെയും നിയോഗത്തിൻ്റെയും ദൈവാലോചനയുടെ അടിസ്ഥാനത്തിൽ വേൾഡ് ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറഞ്ഞ ഒരു സുവിശേഷ പ്രവർത്തനത്തിന് രൂപം കൊടുത്ത് ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് സുവിശേഷ പ്രവർത്തന രംഗത്ത് വരാതെ മാറി നിൽക്കുന്ന ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ടീം വർക്കായിട്ട് ദൈവസന്നിധിയിൽ ആഴമായി പ്രാർത്ഥിക്കാനും ഗ്രാമങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുമുള്ള അവസരങ്ങൾ ദൈവം തന്നു. അങ്ങനെ വിവിധ സഭകൾ സ്ഥാപിതമായി. ആ സ്ഥാപിതമായ സഭകൾക്ക് ലോഗോസ് ചർച്ച് ഓഫ് ഗോഡ് എന്ന പേരിൽ ആ സഭാ പ്രവർത്തനങ്ങൾക്ക് പേര് കൊടുത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിന് പുറത്തും സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരം ദൈവം തന്നു. അങ്ങനെ വളരെ മനോഹരമായ നിലവാരത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ ശുശ്രൂഷകളുടെ തുടക്കം. പാസ്റ്റർ, താങ്കൾ ഈ ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ നേതൃത്വത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യമെന്ത്? ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലി എന്ന പ്രസ്ഥാനം ആരംഭിച്ചിട്ട് ഏകദേശം 100 വർഷമാകും. ഈ ആത്മീയ പ്രസ്ഥാനത്തിന് ലോകവ്യാപകമായി വേണ്ട വിധത്തിലുള്ള പ്രചാരം ലഭിച്ചിട്ടില്ല. ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ശുശ്രൂഷകളുടെ ആരംഭം IPC എന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നായിരുന്നു. എന്നാൽ ദൈവനിയോഗപ്രകാരം ഞാൻ സ്വതന്ത്രമായിട്ട് വേൾഡ് ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. ഞാനും എൻ്റെ സഹപ്രവർത്തകരായ ഒരു കൂട്ടം ദേവദാസന്മാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സമയമായിരുന്നു. എന്നാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ നേതൃത്വത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗപ്രകാരം കടന്നു വരാനുള്ള സാഹചര്യമുണ്ടായി. ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് 1925 കേരളത്തിലെ പ്രസിദ്ധമായ അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായ കോവളത്താണ് ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിക്ക് ആരംഭം കുറിക്കുന്നത്. 1925 ലോയിസ് എന്ന് പറഞ്ഞൊരു മാതാവ് തൻ്റെ ഭവനത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ഉണ്ടാകുകയും പ്രവചന ആത്മാവോടുകൂടി ആ കർത്താവിൻ്റെ ദാസിയെ ദൈവം നിറയ്ക്കാനിടയെ തീർന്നു. CSA ബാക്ക്ഗ്രൗണ്ടിലായിരുന്ന ലോയിസ് മാതാവ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ദർശനമുണ്ടായി. പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഒരു പ്രേരണ ദൈവം കൊടുക്കാനിടയായി. അങ്ങനെ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ പ്രവചന ആത്മാവോടും ദൈവിക ദർശനത്തോടുകൂടി ഈ ലോയിസ് മാതാവിനെ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കാനിടയായി. ഈ വാർത്ത
കോവളം പരിസര പ്രദേശങ്ങൾ, തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു ദൈവദാസിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരികയും ദൈവത്തിൻ്റെ ശബ്ദം അവരിൽ കൂടി കേൾക്കാൻ കഴിയുകയും അവരിൽ കൂടി വലിയ ദൈവപ്രവർത്തികൾ നടക്കുന്നു എന്ന വാർത്ത നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിക്കാനിടയായി. ധാരാളം ആൾക്കാർ അവരുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി വരുവാനിടയെത്തിരുന്നു. ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് ഈ മാതാവ് പ്രാർത്ഥിക്കാനിരിക്കുകയും തൻ്റെ അടുക്കൽ വരുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വലിയ ദൈവസാന്നിധ്യവും അത്ഭുതങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കാനിടയായി. അനവധി മാനസിക രോഗികൾ സൗഖ്യമായി. ഭൂതഗ്രസ്തരായിരുന്ന വ്യക്തികൾ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിമോചനം പ്രാപിച്ചു. പാപികൾ മാനസാന്തരപ്പെട്ടു. അനവധി പേർ തങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ശക്തമായി ദൈവസന്നിധി സമർപ്പിക്കാനിടയായി. ഇങ്ങനെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോയിസ് മാതാവിൻ്റെ 5ാമത്തെ പുത്രൻ പാസ്റ്റർ സ്റ്റീഫൻ, അദ്ദേഹം ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു ആ കാലഘട്ടത്തിൽ. അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു, നിൻ്റെ മാതാവ് ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യാൻ. തുടർന്ന് പ്രിയ സ്റ്റീഫൻ വാദ്യാർ ഈ പ്രാർത്ഥനാ യോഗത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ഇതൊരു കൂട്ടായ്മയായി വളരുവാനിടയായി. അങ്ങനെ കോവളത്ത് ശാലേംപുരി എന്ന പേരിൽ 1930 ഒരു പ്രാർത്ഥനാലയം ആരംഭിച്ചു. ആ ദേശത്തെ ആദ്യത്തെ പെന്തിക്കോസ്ത് കൂട്ടായ്മയായിരുന്നു. അവിടെ ധാരാളം ആൾക്കാർ കൂടി വരുവാനും ധാരാളം പേർ സൗഖ്യമാകാനും തുടങ്ങി. ആ കാലഘട്ടത്തിലാണ് പാലപ്പൂരുള്ള സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം ദർശനം കൊടുക്കുകയും മുട്ടയ്ക്കാടുള്ള പാസ്റ്റർ സ്റ്റീഫനും തൻ്റെ കൂട്ടുപ്രവർത്തകരുമായിട്ട് ഇന്നത്തെ സിയോൺ സംഘത്തിൻ്റെ സ്ഥാപകനായിരിക്കുന്ന പാസ്റ്റർ സ്റ്റീഫൻ്റെ അടുക്കൽ ഇവർ പോയി സുവിശേഷം പറയുകയും ആ സുവിശേഷ കേൾവിയാൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ട് അദ്ദേഹമായിരുന്ന മാർഗത്തിൽ നിന്ന് ക്രിസ്തു മാർഗത്തിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ ഉണർവ് അവിടെ ഉണ്ടായി. 100 കണക്കിന് സഭാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നിലവാരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ അവിടെ ഉണ്ടായി. ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിക്ക് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 100-ൽ പരം പ്രാദേശിക സഭകളും സഭാപ്രവർത്തനങ്ങളുമുണ്ട്. ആന്ധ്ര, തമിഴ്നാട്, ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ നേതൃത്വത്തിൽ സഭാപ്രവർത്തനങ്ങളും ബൈബിൾ ട്രെയിനിങ് സെൻ്ററുകൾ, ഇങ്ങനെ വളരെ വിപുലമായ നിലവാരത്തിലാണ് ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ നേതൃത്വത്തിലേക്ക് വന്ന കാര്യത്തെക്കുറിച്ചായിരുന്നല്ലോ പാസ്റ്റർ ആദ്യം ചോദിച്ചത്. ഞാനിങ്ങനെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രത്യേക പ്രേരണ, ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയിലേക്ക് വരണമെന്നുള്ളൊരു പ്രേരണ ദൈവം എനിക്ക് നൽകി തരാനിടയായി. ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിക്ക് എൻ്റെ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ സ്ഥാപകൻ പാസ്റ്റർ മുട്ടയ്ക്കാട് സ്റ്റീഫൻ്റെ കൊച്ചുമകളെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ പ്രസ്ഥാനവുമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട്. ആ നിലവാരത്തിലും ദൈവത്തിൻ്റെ നിയോഗത്താലും ദൈവം തന്ന വ്യക്തമായ ആലോചനയുടെയും കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയിലേക്ക് കടന്നു വരാനിടയായത്. ഞാൻ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയിൽ ഒരു പ്രവർത്തകനായി കടന്നു വരുമ്പോൾ അനുഗ്രഹീതമായൊരു നേതൃത്വമായിരുന്നു ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. പാസ്റ്റർ ജെയ്സൺ ത്യാഗരാജായിരുന്നു ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ ജനറൽ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. എന്നാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസൻ മരിച്ചു. പാസ്റ്റർ ജെയ്സൺ ത്യാഗരാജിൻ്റെ വേർപാടിന് ശേഷം പാസ്റ്റർ രത്നരാജ് ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ ജനറൽ പ്രസിഡൻ്റായിട്ട് കടന്നു വന്നു. എന്നാൽ കർത്താവിൻ്റെ ദാസനും അധിക നാൾ ഈ നേതൃത്വത്തിൽ തുടരാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ദൈവത്തിൻ്റെ സമയം ആയിരുന്നു. അദ്ദേഹവും ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു. അതിനുശേഷം ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ സിംസൺ സുന്ദർരാജ് എൻ്റെ ഭാര്യ പിതാവിൻ്റെ മൂത്ത ബ്രദറാണ്. അദ്ദേഹമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. ഞാൻ ജനറൽ വൈസ് പ്രസിഡൻ്റായിട്ട് ദൈവം എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു. ഇലക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഏകകണ്ഠേന ദൈവദാസന്മാരുടെ കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ ഇതിൻ്റെ ജനറൽ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ അതൊരു ദൈവനിയോഗമായി കണ്ട് ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ലോഗോസ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ എല്ലാ സഭകളും ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയോട് കൂടെ മെർജ് ചെയ്ത് ഇപ്പോൾ വളരെ ശക്തമായ നിലവാരത്തിൽ ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ദൈവം അവസരം തന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ നേതൃത്വത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യൻ സുവിശേഷീകരണത്തിന് ഉയർന്ന പങ്കാളിത്തമാണ് ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ നേതൃത്വത്തിൽ സഭാപ്രവർത്തനങ്ങളും ബൈബിൾ ട്രെയിനിങ് സെൻ്ററുകളുടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ സഭാപ്രവർത്തനങ്ങളെ 5 ഡിസ്ട്രിക്റ്റുകളായിട്ട് തിരിച്ച് 5 ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ആ സഭാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടം ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ വാഗ്ദത്ത നിവൃത്തിയുടെയും
പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയും അവരുടെ ദർശനങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി ദൈവം ഈ തലമുറയിൽ ഞങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം സ്ഥലങ്ങൾ മേടിക്കുവാൻ, പുതിയ ബിൽഡിങ്ങുകൾ പണിയാനൊക്കെ ദൈവം അവസരം തന്നു. പ്രധാനമായിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായിട്ട് നടക്കുന്നുണ്ട്. യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ, വനിതകളുടെ പ്രവർത്തനം, ഇവാഞ്ചലിസം ബോർഡ്, മിഷൻ ബോർഡ്, അതുപോലെ ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ പ്രവർത്തനങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാ മാസവും സിയോൻ യാത്ര മാഗസിൻ്റെ പ്രസിദ്ധീകരണം എല്ലാ മാസവും മുടങ്ങാതെ നടക്കുന്നുണ്ട്. അതുപോലെ പുതിയ സ്ഥലങ്ങളിലും നിലവിലെ സഭകളെ ആത്മീയ ഉണർവിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഗോഡ് വിത്ത് അസ് ക്രൂസൈഡ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആത്മീയ കൂട്ടായ്മകളും സുവിശേഷ യോഗങ്ങളും സംഘടിപ്പിക്കുന്നു. സാമൂഹിക നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് ചാരിറ്റി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ ദീർഘവർഷങ്ങളായിട്ട് ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ കൈത്താങ്ങൽ കൊടുക്കുക, വിവാഹ സഹായങ്ങൾ, പഠന സഹായങ്ങൾ, ഇങ്ങനെ വിവിധ നിലയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നു. ഈ വർഷം രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ കാഞ്ഞിരംകുളത്തുള്ള ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ 100 കണക്കിന് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വളരെ വിപുലമായ നിലവാരത്തിൽ ചാരിറ്റി ബോർഡിൻ്റെ നേതൃത്വത്തിൽ സഹായ വിതരണങ്ങൾ ചെയ്യാനിടയിൽ തരുന്നു. ദൈവം സാഹചര്യങ്ങളും അവസരങ്ങളും നൽകുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ നേതൃത്വത്തിൽ സാമൂഹിക നന്മകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജാതിമത വ്യത്യാസങ്ങളും സഭാ സംഘടനാ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അർഹതപ്പെട്ട ആൾക്കാർക്ക് ചാരിറ്റി ബോർഡിൻ്റെ നേതൃത്വത്തിൽ സഹായങ്ങൾ കൊടുക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ വളരെ വിപുലമായ നിലവാരത്തിലാണ് ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ ഭാവി പ്രവർത്തന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ വളർച്ചയുടെയും നിലനിൽപ്പിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് 1925 ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത് മുതൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം, വളരെ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷകരുടെ സംഗമം ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ പ്രവർത്തകരായിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ പ്രവർത്തനങ്ങളെ ഉപാധികളില്ലാതെ, പ്രതിഫലയിച്ചയില്ലാതെ, സ്ഥാനമാനങ്ങളൊന്നും മോഹിക്കാതെ സാമ്പത്തിക കൂട്ടായ്മ നൽകുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവമക്കളുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ച Pr.Satheesh സ്റ്റീഫൻ്റെ ഫാമിലി മെമ്പേഴ്സ് ധാരാളം പേരുണ്ട്. കർത്താവിൻ്റെ വേലയുടെ മുഖത്തൊരാവശ്യം വന്നാൽ ആത്മാർത്ഥമായിട്ട് സാമ്പത്തിക പിന്തുണയും പ്രോത്സാഹന വാക്കുകളും സഹായങ്ങളും ചെയ്യാൻ സന്നദ്ധരായിട്ടവരുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിപഥത്തിൽ കർത്താവിൻ്റെ വരവിന് മുമ്പേ സംഭവിക്കപ്പെടും. അത് ചോദ്യം ചെയ്യാതെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാദേശിക സഭാ പ്രവർത്തനങ്ങൾ, അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും അവിടെയുള്ള പ്രദേശവാസികളായ സുവിശേഷ തൽപരരായ ആൾക്കാരെ കൂട്ടി അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ നേതൃത്വത്തിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ, ഉപേക്ഷിക്കപ്പെട്ട, മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തികൾക്കൊരു സങ്കേത നഗരം ഒരുക്കുക, പ്രാർത്ഥനാ ഗോപുരങ്ങൾ പണിയുക. ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ തുടക്കം കുറിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കോവളം മുട്ടയ്ക്കാടാണ്. അവിടെ ദൈവത്തിൻ്റെ കൃപയാൽ പാസ്റ്റർ സ്റ്റീഫൻ്റെ സ്ഥലം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എഴുതി കൊടുത്ത 2 ഏക്കറോളം സ്ഥലം ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിക്ക് അവിടെയുണ്ട്. അവിടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഓഫീസ് സമുച്ചയവും കൺവെൻഷൻ സെൻറ്ററും മറ്റ് ക്രമീകരണങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. വിദ്യാഭ്യാസ സഹായങ്ങളും സ്വയം തൊഴിൽ പദ്ധതികൾ, ഇങ്ങനെ വിവിധ പദ്ധതികൾ ആണ് ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ നേതൃത്വത്തിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഞങ്ങൾ ഈ സമയത്ത് ആവശ്യപ്പെടുകയും കൂടെ ചെയ്യുകയാണ്. പാസ്റ്ററുടെ വ്യക്തിപരമായ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവവചനം പ്രസംഗിക്കുകയും അതുവഴി ധാരാളം പേരെ രക്ഷിക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകളെ സ്നാനപ്പെടുത്തിയിട്ടുമുണ്ട്. അതേക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ 25 പരം വർഷമായി കർത്താവിൻ്റെ വേലയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി വിശ്വസ്തയോടെ പ്രവർത്തിക്കാൻ ദൈവം എനിക്ക് അവസരം തരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നിരവധി സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും സഭകൾ സ്ഥാപിക്കാനൊക്കെ ദൈവം അവസരം തന്നു. ദൈവം ആ നിലവാരത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് പ്രസംഗിക്കാൻ എനിക്ക് കഴിഞ്ഞ നാളുകളിൽ അവസരം തന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം ദൈവമക്കളുണ്ട്. ഞാനങ്ങനെ വലിയ പ്രസിദ്ധനായ ഒരു വ്യക്തിയൊന്നുമല്ല, എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്ക, കാനഡ, ഗൾഫ് കൺട്രിയിലെ എല്ലാ രാജ്യങ്ങളിലും
യാത്ര ചെയ്ത് പ്രസംഗിക്കാൻ സിംഗപ്പൂർ, മലേഷ്യയിലൊക്കെ യാത്ര ചെയ്ത് പ്രസംഗിക്കാൻ അവസരം തന്നിട്ടുണ്ട്. എൻ്റെ യാത്രകളിലെ ഏറ്റവും എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നാൽ, ഞാൻ കടന്നുപോയിട്ടുള്ള ഒട്ടുമുഖ്യ രാജ്യങ്ങളിലും നിരവധി വ്യക്തികളെ സ്നാനപ്പെടുത്തുവാൻ, വിവിധ ഭാഷയിൽപ്പെട്ട ആൾക്കാരെ സ്നാനപ്പെടുത്താനുള്ള അവസരങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. 10ാമത്തെ വയസ്സിൽ ഞാൻ അഭിഷേകം പ്രാപിക്കുന്ന ദിവസം എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചർ പ്രവചന ആത്മാവിൽ എന്നോട് പറഞ്ഞൊരു ദൈവാലോചനയുമായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ ഭാഷക്കാരെ സ്നാനപ്പെടുത്തുവാൻ ഒരു അപ്പോസ്തലിക അധികാരത്തോടെ ദൈവം ശുശ്രൂഷയിൽ എന്നെ ഉപയോഗിക്കുമെന്ന്. ഗൾഫ് രാജ്യങ്ങളിലും തദ്ദേശീയരായ ആൾക്കാരെയും യൂറോപ്യൻ കൺട്രിയിലുള്ള ആൾക്കാരെയൊക്കെ സ്നാനപ്പെടുത്താൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ വലിയ ഓപ്പർച്യൂണിറ്റികൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അവിടെയൊക്കെ ശക്തമായിട്ട് ആത്മീയ ശുശ്രൂഷകളിൽ ദൈവം പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ സിയോൻ മീഡിയയിൽ കൂടി എൻ്റെ അനുഭവങ്ങൾ പങ്കിടാനും ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയെക്കുറിച്ച് ചില വാക്കുകൾ പറയാനും ലഭിക്കപ്പെട്ട അവസരത്തിൽ ഞാൻ ഏറെ സന്തോഷമാണ്. എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷയെ ഓർത്തും ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ പ്രവർത്തനങ്ങളെ ഓർത്തും എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇത്രയും സമയം അനുഭവങ്ങളും ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ സംഘടനാ പ്രവർത്തനങ്ങളും പങ്കുവച്ച പാസ്റ്റർ സതീഷ് നെൽസന് നന്ദി. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ മാന്യ പ്രേക്ഷകർക്കും സിയോൻ മീഡിയയുടെ നന്ദി. ദൈവഹിതമായാൽ പുതിയ അനുഭവങ്ങളും ദൈവവചന ചിന്തകളുമായി നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. എയ്മൻ TV നെറ്റ്വർക്ക്, ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ. സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്. ആമേൻ TV നെറ്റ്വർക്ക്, Trivandrum Kerala.